മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്നാണ് പനിയുമായി ബന്ധപ്പെട്ടുള്ള പഠനം ആരംഭിക്കുക. ഇബ്ൻ നബി പഠനത്തിലെ 53-ാമത്തെ ഹദീസാണിത്. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുഹും ഇൻദൽ ഹുമ്മ വമിനൽ ഔജാഇ കുല്ലിഹാ അൻ യഖൂലു ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അളീമി മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹദിനാർ. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുഅല്ലിമുഹും അവരെ പഠിപ്പിക്കുമായിരുന്നു. അവർ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തെ. ഇൻദൽ ഹുമ്മ പനിയുണ്ടാകുന്ന സമയത്ത്, വമിനൽ ഔജാഇ കുല്ലിഹ എല്ലാ വേദനകളുടെ സമയത്തും, അൻ യഖൂലു അവർ പറയണമെന്ന്, ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അളീമി മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹദിന്നാർ എന്ന് പറയാൻ. ബിസ്മില്ലാഹിൽ കബീരി കബീർ ആയ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട്, അഊദു ബില്ലാഹിൽ അളീമി അളീം ആയ അള്ളാഹുവിനെ കൊണ്ടുള്ള കാവൽ ചോദിക്കൽ, മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ എല്ലാ വിയർക്കുന്ന നരമ്പിൻ്റെ ഷെറിനെ തൊട്ടും, ഒമിൻ ശരി ഹരിനാർ എല്ലാ അഗ്നിയുടെ ചൂടിൻ്റെ ഷെറിനെ തൊട്ടും. പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ലാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നത്. പനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശിക്ഷാരോഗമാണ്. ശിക്ഷാരോഗങ്ങളുടെ കൂട്ടത്തിലാണ് പനി വരിക. അൽഹമ്മ ഫൈഉം മിൻ ഫൈഇ ജഹന്നം എന്ന് വേറെ ഹദീസിലുണ്ട്. അൽഹമ്മ ഫൈഉം മിൻ ഫൈഇ ജഹന്നം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹമ്മ ഫൈഉം മിൻ ഫൈഇ ജഹന്നം ഫത്ഫിഊഹാ ബിൽ മാ എന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. നരകത്തിൻ്റെ തീജ്വാലകളിൽപ്പെട്ട ഒരു ജ്വാലയാകുന്നു പനി. അതിനാൽ നിങ്ങൾ അതിനെ വെള്ളം കൊണ്ട് കെടുത്തിക്കളയുക. ഫബരിദുഹ എന്ന് വേറുണ്ട്. നിങ്ങൾ അതിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കുക. വെള്ളം കൊണ്ട് കെടുത്തുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക. എന്ത് വെള്ളം? അൽമാ കുടിക്കുക. അൽമാ പറഞ്ഞാൽ സംസം. അൽമാ എന്ന് പറഞ്ഞാൽ സംസം. രണ്ടാമത് ഫബരിദുഹ ബിൽ മായി എന്ന് പറഞ്ഞാൽ അൽമാ കൊണ്ട് അതിനെ നിങ്ങൾ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസം കൊണ്ട് കുളിക്കുക, അല്ലെങ്കിൽ മേത്ത് ഉപയോഗിക്കുക. ഇത് സാധാരണ വെള്ളവുമായി പെടും. അൽമാ എന്നുള്ളതിന് സാധാരണ വെള്ളം, എല്ലാ വെള്ളവും ഒന്നും വെക്കാം. ജിൻസിയായ എല്ലായിട്ട് വെള്ളത്തിൻ്റെ ജിൻസ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഐസൊക്കെ പെടും. അപ്പോൾ ആധുനിക ഐസ് ചികിത്സ അതിൽപ്പെടും. ഐസ് കൊണ്ട് തിളപ്പിക്കാം. പനി ഒരു പരിധി വിട്ടാൽ പിന്നെ ഐസ് വെക്കലാണ് പിന്നത്തെ ചികിത്സ. തുടക്കത്തിൽ തന്നെ ഐസ് വെക്കല്ല. പനി ഒരു പരിധി വിടണം. പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നുള്ളത് ഐസ് വെക്കണം. ഈ ഹദീസിൽ വളരെ വലിയ ഒരു തത്വം പറയുന്നുണ്ട്. നിലവിൽ കണ്ടെത്തിയിട്ടില്ലാത്തൊരു വൈദ്യതത്വം, നിലവിൽ തെളിയിച്ചിട്ടില്ലാത്തൊരു വൈദ്യതത്വം. പനിയുടെ കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. എന്തുകൊണ്ട് പനിക്കുന്നു? എന്തുകൊണ്ടും പനിക്കാം എന്നതാണ് വൈദ്യമതം. എന്തുകൊണ്ടും പനിക്കാം. ജലദോഷം കൊണ്ട് പനിക്കാം, പിന്നെ ഒന്നുമില്ലാതെയും പനിക്കാം, പേടി കൊണ്ട് പനിക്കാം. പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാകുന്നു. ഹോമിയോയിൽ പനിക്ക് കൊടുക്കുന്ന മരുന്ന് അക്കോണൈറ്റം പേടിയാണ്, പേടിക്കുള്ള മരുന്ന്. അപ്പോൾ ജലദോഷം പനിയും പേടി തന്നെയാണ്. കാലാവസ്ഥ മാറുമ്പോൾ ശരീരത്തിന് അറിയാതെ ഒരു ഭയം വരും. ആ ഭയം പനിയായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് ഭയചികിത്സയാണ് ഹോമിയോയിൽ പനിക്ക് കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടും പനിക്കാം. ഈ ഹദീസിൽ പനിയുടെ ഒരു കാരണം മിൻ ശർരി കുല്ലി ഇർഖിൻ നആർ ആണ്. നരമ്പിന് വിയർപ്പ് ബാധിക്കലാണ് എന്നത് ഈ ഹദീസ് നേട്ടും. എല്ലാ വിയർക്കുന്ന നരമ്പിനെ തൊട്ടും
വിയർക്കുന്ന നരമ്പ് എന്ന് പറഞ്ഞതും നരമ്പിൻ്റെ വിയർപ്പ് എന്ന് പറഞ്ഞതും രണ്ടാണ്. വിയർക്കുന്ന നരമ്പ് എന്ന് പറഞ്ഞതിനാൽ എല്ലാ നരമ്പിനെയും അത് ബാധിക്കണില്ല, അങ്ങനത്തെ ഒരു നരമ്പ് ആ നരമ്പിനെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് വരും. അപ്പം നരമ്പിന് വിയർപ്പ് ബാധിക്കുക എന്നതാണ് പനിയുടെ കാരണം എന്ന് ഈ ഹദീസിൻ്റെ 1-ാം ഭാഗത്ത് നിന്ന് കിട്ടും. അത് നിലവിൽ തെളിയിച്ചിട്ടില്ലാത്ത ഒരു സയൻസാണ്. ഇനി തെളിയിക്കേണ്ട, നമ്മളെല്ലാവരും പഠിച്ചു ഉഷാറായി തെളിയിക്കേണ്ട ഒരു ഭാഗമാണ് ഏത് നരമ്പ്, എങ്ങനെ വിയർപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. ഒമിൻശരി ഹരിന്നാർ എന്ന് പറഞ്ഞോടത്തുനിന്ന് അഗ്നിയുടെ ചൂട്, അതായത് തെർമൽ ഇഫക്റ്റ്, പ്രകാശത്തിൻ്റെ ഇഫക്റ്റ് അല്ലാത്ത ഉഷ്ണം അധികരിച്ച തെർമൽ ഇഫക്റ്റ്, അഗ്നിയുടെ ആഗ്നേയ ഊർജത്തിൻ്റെ ആധിക്യം, ആഗ്നേയോർജത്തിൻ്റെ ആധിക്യവും പനിയായി വരുന്നു. അപ്പോൾ 2 കാരണം, ഒന്ന് വിയർപ്പ് നരമ്പുകളെ ബാധിക്കുന്നത്, 2 ആഗ്നേയോർജത്തിൻ്റെ ആധിക്യമുണ്ടാകുന്നത്. ഇത് രണ്ടുമാണ് പനിയുടെ കാരണം എന്ന് ഹദീസിൽ വരും. ആ 2 കാരണത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നതാണ് ഈ മന്ത്രം. ഇതാണ് പനിക്ക് ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത്. ഇത് ആർക്കും ഉപയോഗിക്കാം, കുട്ടികൾക്കും മുതിർന്നവർക്കും, 1, 3, 7 തുടങ്ങിയ ഏത് അതതും. ഒരു മരുന്നും കിട്ടിയില്ലെങ്കിൽ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ മന്ത്രിച്ചും ഇത് കഴിക്കാം. അല്ലെങ്കിൽ നേർക്ക് നേരെ തലയിൽ മന്ത്രിക്കാം, അല്ലെങ്കിൽ രോഗിക്ക് ചെല്ലാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അദീമി മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹരിന്നാർ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ.